ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടുമ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ആദ്യത്തേത്, ഇപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് പാഴ്സൽ മേടിച്ചതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തേക്കുന്നത്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ഇത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നല്ല ഓർഗനൈസറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം. കണ്ടെയ്നറിൻ്റെ പ്ലാസ്റ്റിക് അടപ്പ് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കണ്ടെയ്നർ 3 എടുക്കുന്നുണ്ട്. ഇനി ഓരോ കണ്ടെയ്നറും എടുത്തിട്ട് അതിൻ്റെ 4 കോർണറിൽ നമുക്ക് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിച്ചാത്തി ചൂടാക്കി എടുക്കുന്നുണ്ട്. പിച്ചാത്തി ചൂടാക്കി എടുത്തിട്ട് ഇനി ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിച്ചാത്തി ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ 4 കോർണറിൽ ഇതുപോലെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഓരോ കണ്ടെയ്നറിൻ്റെ 4 കോർണറിലായിട്ട് ഇതുപോലെ ഹോളിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും 4 കോർണറിലും ഹോൾ ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ 4 കോർണറിലും ഹോൾ ഇട്ടെടുത്തു. ഇനി രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിച്ചാത്തി ചൂടാക്കി ഹോൾ ഇട്ടെടുക്കാം. അങ്ങനെ 3 കണ്ടെയ്നർ ഇവിടെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടിയത് വള്ളിയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാൻറ്റിൻ്റെ വള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ടൈറ്റായിട്ട് വെക്കാൻ പറ്റിയ ഇതുപോലുള്ള വള്ളികൾ എന്ത് വേണേലും എടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളികൾ നമുക്ക് എന്ത് വേണേലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പാൻറ്റിൻ്റെ വള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കയറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓരോ കണ്ടെയ്നറും എടുത്തിട്ട് നമ്മൾ ആ ഹോൾ ഇട്ടെടുത്തൂടെ നമ്മളുടെ ഈ വള്ളി അത് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കുന്ന കണ്ടെയ്നറിൻ്റെ അടിയിൽ ആ വള്ളി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അത് സ്ട്രോങ് ആയിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് താഴെ പോകുമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് രീതിയിൽ നമ്മൾക്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ അവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ നമ്മൾ ആ വള്ളിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഈക്വൽ ലെന്ത് വരത്തക്ക രീതിയിൽ ആ വള്ളിയിൽ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വള്ളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളി വേണം എടുക്കാൻ. ഞാൻ എടുത്തിരിക്കുന്നതിൽ ആ കളേർഡായിട്ടുള്ള 2 അതി നല്ല സ്ട്രോങ് അല്ല. അപ്പോൾ എടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളികൾ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുവാണേ. അങ്ങനെ ആ 4 വള്ളിക്കും ഒരേ നീളത്തിൽ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നത് നമ്മളിനി അടുത്ത കണ്ടെയ്നർ അവിടെ ആ വള്ളിയിലോട്ട് കോർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടെയ്നർ അതിലിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ 3ാമത്തെ കണ്ടെയ്നറിലും ഇതേ രീതിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈവൻ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും നമുക്ക് ഈ രീതി തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഓർഗനൈസറാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ നല്ല പൈസ കൊടുത്ത് ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കാറുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ ലെയർ കണ്ടെയ്നർ നമ്മൾ ആ വള്ളിയിലൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിൽ ഒരേ ലെന്തിൽ വരത്തക്ക രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ വള്ളിക്ക് നമ്മൾ കെട്ടിട്ട് കൊടുക്കുമല്ലോ, ആ കണ്ടെയ്നർ അടിയിൽ കെട്ടിട്ട് കൊടുക്കും താഴോട്ട് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഈ ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാക്കും. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അങ്ങനെ 3ാമത്തെ ലെയർ കണ്ടെയ്നർ ഇട്ട് കൊടുത്ത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവരുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പേനയും പെൻസിലും അങ്ങനെയുള്ള കളർ പെൻസിലൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് ടേബിളിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ വെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചീപ്പ്, ഹെയർ ബാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അതേപോലെ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇതിൽ ഓരോ ലെയറിലും ഇട്ട് വെക്കാവുന്നതാണ്. നമുക്ക് ഇതുപോലുള്ള കണ്ടെയ്നർ കിട്ടുമ്പോൾ കളയാതെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഒരു കിച്ചൺ ഓർഗനൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനും മറന്നു പോകരുത് കേട്ടോ.
അടുത്ത രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ടും പിന്നെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതുപോലെ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വേണ്ടത് പേനയാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് കളയാൻ വെച്ചിരിക്കുന്ന പേനയാണ് എടുക്കേണ്ടത്. അങ്ങനെ പേന എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഒരേ കളറിലുള്ള പേപ്പർ അല്ലെങ്കിൽ റിബണൊക്കെ നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒന്നും ചുറ്റി കൊടുത്തിട്ടില്ല, ഒരേ കളറിലുള്ളതായതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ അതിൻ്റെ 4 കോർണറിലുമായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നർ 4 കോർണറിലുമായിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടേപ്പിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഗ്ലൂ ഗണ്ണാണ്. ഇപ്പോൾ എനിക്ക് ഗ്ലൂ ഗൺ ഇല്ലാത്ത കാരണമാണ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടെയ്നർ എടുത്തിട്ട് അതൊന്ന് കമത്തി വെച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ 4 കോർണറിലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ നേരെ മുകളിൽ വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പ് രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. പിന്നെയും പറയുന്നു, ഡബിൾ സൈഡ് ടേപ്പിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ എനിക്ക് അതില്ലാത്ത കാരണമാണ് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുന്നത്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒട്ടിച്ചു കൊടുത്ത ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ കോട്ടിംഗ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇളക്കി മാറ്റുന്നുണ്ട്. 2 പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെയും ഡബിൾ സൈഡ് ടേപ്പിൽ നിന്ന് ആ കോട്ടിങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയും ആദ്യത്തെ ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ ഡബിൾ സൈഡ് ടേപ്പിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പേന ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പേനയുടെ മുകളിൽ വരത്തക്ക രീതിയിലായിരിക്കണം രണ്ടാമത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ആ ഡബിൾ സൈഡ് ടേപ്പ് വരേണ്ടത്. ആ രീതിയിൽ ആയിരിക്കണം നമ്മളപ്പോൾ നേരത്തെ തന്നെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഓർഗനൈസറാണ്, നമുക്ക് ഇത് പല രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഓരോ സാധനങ്ങൾ വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഇനിയും കിച്ചണിലാണ് നമുക്ക് ഇതുപോലെ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. തന്നെയല്ല നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് എവിടെ വേണേലും ഇതൊന്ന് ഒതുക്കി വെക്കുകയും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.